Praise the Lord. He's a great king over God. By him kings, and angels, principalities and powers are subject to him. സകലതും അവന് കീഴിലാണ്. By him as the eternal word, all things were made. യോഹന്നാന്റെ സുവിശേഷം 1:3 വായിക്കുന്നുണ്ട്, സകലതും അവൻ മുഖാന്തരം ഉളവാകാനിടയായി. I know speak he should be the restorer and recounselor of all, who was the creator of all. കൊലോസ്യലേഖനം 1-ാം അധ്യായം അതിന്റെ 16-22 വാക്യം വായിച്ചു. കൊലോസ്യലേഖനം 1-ാം അധ്യായം 16-ാം വാക്യം 20-ാം വാക്യം. അവൻ അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, angels, principalities and powers are subject to എല്ലാം അവന്റെ കീഴിലാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകല് ഇത്ര നല്ല ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തിന്റെ പേരിൽ അതുകൊണ്ട് ഇതിനെ ഒന്നുമല്ല നമ്മൾ ആരാധിക്കുന്നത്, പിന്നെയോ ആരാധനയ്ക്ക് യോഗ്യനായവനെ, സൃഷ്ടിയല്ല ആരാധിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. സൃഷ്ടിതാവിനെ ആരാധിക്കുവാൻ നാം അടുത്ത് വന്നിരിക്കുമ്പോൾ ആ വിഷയത്തിൽ നമ്മൾ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, കുറവുകൂടാതെ ദൈവത്തെ സ്തുതിക്കുവാൻ കർത്താവ് കൃപ തരട്ടെ. 7-ാമത്തെ വാക്യം, പ്രൈസ് 7. He's our God. എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത്? Because he is our God. Not only he has a dominion over us and he has over all the creatures, but stands in special relation to us. സകല ലോകത്തിന്റെ സൃഷ്ടാവാണ്, സകല ലോകത്തിന്റെ ദൈവമാണ് നമ്മുടെ ദൈവം. പക്ഷേ നമുക്കൊരു പ്രത്യേകതയുണ്ട്. He is my Lord. അവൻ എന്റെ ദൈവമാണ്, അവൻ എന്റെ രക്ഷകനാണ്, എന്റെ വിടുവിച്ചെടുത്തവനാണ്. വ്യക്തിപരമായി നമ്മൾ നോക്കുമ്പോൾ, സഭയെ നോക്കുമ്പോൾ സഭയുടെ ദൈവമാണ്, കുടുംബത്തെ നോക്കുമ്പോൾ കുടുംബത്തിന്റെ ദൈവമാണ്. എങ്കിലും ദാവീദ് പറയുന്നു, ഹീസ് മൈ ലോർഡ്, അവൻ എന്റെ ദൈവമെന്ന് പറയത്തക്ക നിലവാരത്തിലൊരു ബന്ധം ഇന്ന് പോൽക്കാലം നമ്മുടെ ജീവിതത്തിൽ അതൊന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്ന പോൽക്കാലമായി മാറുവാൻ സർവശക്തനായ ദൈവം ആഗ്രഹിക്കുമ്പോൾ ആ ദൈവങ്ങൾ ഏൽപ്പിച്ചാൽ ഹീസ് അവർ ഗോഡ് ആൻഡ് therefore it is expected we should praise him. അവൻ നമ്മുടെ ദൈവമാണ്. നമ്മൾ ഉറക്കം പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ ദൈവം നമ്മളിൽ ചിലത് പ്രവേശിക്കുന്നുണ്ട്. ഈശ്വരോ അല്ലെങ്കിൽ സ്തുതിക്ക് യോഗ്യനായെന്ന് നമ്മൾ പറയുമ്പോൾ സ്തുതി നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അവൻ സകലത്തെയും സൃഷ്ടിച്ചവനാണെന്നുള്ള അവനിൽ നമ്മൾ നമ്മുടെ നാവുകൊണ്ട് പറയുമ്പോൾ ആ സൃഷ്ടിതാവിന്റെ മുഖത്തേക്ക് നോക്കണമെന്ന് നമ്മുടെ ദൈവത്തിന് ആഗ്രഹമുണ്ട്. അങ്ങനെ 6-ാം വാക്യം ഒന്നുകൂടി വായിച്ചാൽ 6-ാം വാക്യം, വരുവിൻ നാം വണങ്ങി. He is our creator and owner of our being. We must kneel before the Lord our Maker. ഈ ലോകത്തിന്റെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, ഒന്നിനെയുമല്ല നമ്മുടെ ദൈവത്തെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. അവൻ നമ്മുടെ ദൈവമാകുന്നു. 7-ാം വാക്യം നമ്മുടെ ദൈവമാകുന്നു. ആമേൻ. 1-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, He is our Savior. അല്ലേ? പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മുടെ രക്ഷയുടെ പാറയാണ്. And the author of our blessedness. He is called the rock of our salvation. അവൻ നമ്മുടെ രക്ഷയുടെ not only the founder but the very very foundation. സൃഷ്ടിച്ചവനല്ല, അവനാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ ഇതിന്റെ സകലത്തിന്റെയും ഉറവിടം അവനാണ്. That work of God wonders. That rock is Christ. ആ പാറ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. To him therefore we must sing our song of praise. ക്രിസ്തുവിൽ കൂടി ഈ പാട്ടുകൾ പാടുവാൻ, രക്ഷയുടെ പാറയ്ക്കാർ പാടുവാൻ ഇന്ന് പോൽക്കാലം കടന്നു വന്നിരിക്കുമ്പോൾ ദൈവത്തിന്റെ പേരിൽ ആരും മടിച്ചിരിക്കാതെ ദൈവത്തെ സ്തോത്രം ചെയ്യുവാൻ